സുമുഖി എന്താ വിളിച്ച്? ഞാൻ പാർക്കിലായിരുന്നു, എക്സസൈസ് കഴിഞ്ഞ് ഇതാ ഞാൻ പാർക്കിലായിരുന്നു. എന്താ പ്രശ്നം? 75 ഉപയോഗിക്കാറല്ലേ ഉപയോഗിക്കാറ്? 74 ഉള്ളൂ. എന്നാ ഒരു പാല് അതെന്തേ 74 ഉള്ളൂ? ഒന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ, ഒട്ടകത്തിൻ്റെ പാലില്ലാന്നുണ്ടെങ്കിൽ. പിന്നെ അതിൽ നാച്ചുറൽ പോണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കതിൽ താമര കൊണ്ടുവരണം. താമര വിരിഞ്ഞത് കുറച്ച് പാതി വിരിഞ്ഞത്, പിന്നെ മൊട്ടിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, തീരെ വിരിയാത്ത മൊട്ടുകൾ, ഇലയൊക്കെ ചേർത്തിട്ട് ഒരു നാച്ചുറൽ പോണ്ടാണെന്ന് തോന്നണം. ഇനി നമുക്കതൊരു ഓവൽ ഷേപ്പുള്ള ഒരു ചരുവം തന്നെ കുളിക്കാൻ വേണം കേട്ടോ. കാരണം ദൂരേന്ന് ഞാൻ കുളിക്കാൻ വരുമ്പോൾ അത് എഗ്ഗാണെന്ന് തോന്നണം. പാലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് എഗ്ഗാണെന്ന് തോന്നണം. അത് ഓർഡർ ചെയ്താൽ മതി. പിന്നെന്താ പ്രശ്നം? താമര കൊണ്ടുവന്നില്ലേ? വേഗം കൊണ്ടുവരാൻ പറയൂ. 4 ആളില്ലേ? 4 6 ആളുണ്ടല്ലോ. അവർ പോട്ടെ. എന്തേ മടി എന്താ? അവരാണല്ലോ ഈ 4 ആടിനെ ചുട്ടത്. ഞാൻ ആകെ 4 ബ്രെയിനാണ് കഴിക്കുന്നത്. നിങ്ങളെ കൂടെ നിൽക്കണമെങ്കിൽ എനിക്ക് ബുദ്ധി വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ബ്രെയിൻ മാത്രമേ കഴിക്കണം. ബാക്കിയൊക്കെ അവരാണല്ലോ തടിമാടന്മാർ. വേഗം കൊണ്ടുവരാൻ പറയൂ. എന്ത് തവളപ്പൂവോ? അത് നിൻ്റെ അപ്പം കുളിക്കുമ്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്തേ? ചന്ദനം പൊടിച്ചിട്ട് തേക്കാനുള്ളത്. അതെന്തേ? മെഷീൻ കേടോ? 6 മെഷീനില്ലേ? അതിലൊന്നെടുത്തു. അത് മുളകിൻ്റെ. മുളക് സാരമില്ല, ഇവിടുത്തെ മുളക് അങ്ങനെ എരിവൊന്നുമില്ല. കുറച്ച് കളറൊക്കെ ഉണ്ടാവും, മേല് തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ. പിന്നെന്തേ? എന്താ പ്രശ്നം? ചാരുമുഖി എവിടെ? എന്താണ് അവള്? അവരൊക്കെ ഡ്രസ്സ് ഇടുക. എന്തേ ഡ്രസ്സിന് എന്താ പ്രയാസം? അത് ഞാൻ ബാക്കിലേക്ക് ഉള്ളത് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടും ഫ്രണ്ടിലേക്കുള്ളത് ബാക്കിലേക്ക് ആക്കാനും പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നെ മുടി ഞാൻ ഉണക്കുമ്പോൾ ഇങ്ങനെ വീശുമ്പോഴേ ഉൾഭാഗം ഫ്രണ്ട് ഭാഗം കാണില്ലല്ലോ, പുറത്തേക്കുള്ള. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ മുൻഭാഗം പിന്നിലേക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അതിന് സമയമില്ലെങ്കിൽ വേണ്ട, അത് ഇന്നർ വെയർ മാത്രം ഉപയോഗിച്ചാൽ. ഞാനതൊന്നും നോക്കില്ല. ഞാൻ ഈ കണ്ണാടിയിൽ എൻ്റെ സൗന്ദര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചോ കേട്ടോ. ഓക്കെ. പിന്നെന്താ? വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടില്ലേ? ഊതിട്ടത് പകുതി ആക്കണം. ചരുവത്തിൽ തിളയ്ക്കുന്നത് പകുതി ആക്കിയിട്ട് പകുതി വെള്ളം മതി. അത് തലേ ദിവസം വെയിലത്ത് വെച്ചാൽ പോരായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേന് പകുതി വറ്റിയിട്ടുണ്ടാവും. അതെന്തേ മറന്ന്? ചന്ദനമുട്ടിയൊക്കെ തീർക്കണ്ടേ? അയ്യോ, എന്തൊരു കഷ്ടം. കുടിക്കാനുള്ള പാല് ഫ്രഷ് ഉള്ളത് ആടിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? കുറച്ച് പാൽക്കഞ്ഞിക്ക് എടുത്തോളൂ. ഇതൊക്കെ എന്നും പറയണം. ഇതൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. മുട്ടനാടുണ്ടെങ്കിൽ അത് നമുക്ക് നാളെ ചുടാനെടുക്കാം കേട്ടോ. പാല് ഫ്രഷും പിന്നെ പാൽക്കഞ്ഞിക്കുള്ളതും എടുത്തോളൂ. ഓക്കെ. പിന്നെ നല്ല ചന്ദനമുട്ടി തന്നെ. ചന്ദനമുട്ടി വെറുതെ നാശാക്കണ്ടല്ലോ അടുപ്പിൽ വെച്ചിട്ട്. ആരാ വന്നിരിക്കുന്നത്? പുറത്തോ? ഗേറ്റിന് പുറത്തോ? ആരാണെന്ന് ചോദിച്ചേ? ജോലിക്കോ? എത്ര വയസ്സായിന്ന് അന്വേഷിക്ക്. 60 പറ്റില്ല. 60 ഇവിടെ ഷെയ്ക്ക് ഓടിക്കും. നമ്മൾ ആരും പണിക്കെടുക്കാൻ പാടില്ല 60 വയസ്സായാൽ. എന്താണ് ഈ ഷെയ്ക്കിന്? ഷെയ്ക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. എല്ലാവരും ഹെൽത്തി ആവാനുള്ളതുണ്ട്. ജിമ്മാണെങ്കിലും വാക്കിംഗ് ട്രാക്ക്, റണ്ണിങ് ട്രാക്ക്, സൈക്കിൾ ട്രാക്ക്, എക്സസൈസ് പാത്ത്, എന്തെല്ലാം ഉണ്ട്. ജിമ്മ് എല്ലാം ഉണ്ട്. വെള്ളമാണെങ്കിൽ കുടിക്കാൻ ഇഷ്ടം പോലെ. നാട് മുഴുവനും 50 മീറ്റർ അകലത്തിൽ വെള്ളം. അങ്ങനെ വെള്ളം കുടിച്ച് എക്സസൈസ് ചെയ്താൽ മാത്രം മതിയോ? ഫ്രൂട്ട്സിൻ്റെ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടും കഴിച്ച് ജോലി ഇല്ലാത്തവർക്ക് ഭക്ഷണം കഴിച്ചൂടെ? മറ്റെങ്ങനെ മുന്തിരിൻ്റെ പന്തലൊക്കെ ആയിട്ട് മുന്തിരി പൊട്ടിക്കുക, വെള്ളം കുടിക്കുക, മുന്തിരി പൊട്ടിക്കുക, വെള്ളം കുടിക്കുക. എന്ത് രസമായിരിക്കും. ഇവിടെ ഒരു സ്വർഗ്ഗമല്ലേ ഇപ്പോൾ തന്നെ. ഇനിയൊരു സ്വർഗം എന്ന് പറഞ്ഞാൽ ആർക്ക് വില? ഈ ദുബായിൽ ജീവിക്കുന്നവർക്ക് ഇനി എന്തിനൊരു സ്വർഗം? സ്വർഗത്തിനൊന്നും യാതൊരു വിലയില്ല. ഇതാണ് സ്വർഗം, ഇവിടെയാണ് സ്വർഗം. അങ്ങനെ ജീവിക്കുക. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ പിന്നെ എന്ത് വേറൊരു സ്വർഗം? എന്ത് പറ്റി? വെള്ളമില്ലേ? വെള്ളം, ചൂടുള്ള വെള്ളം കുടിക്കാനുള്ളത്. എന്ത് പൊടി ഇട്ടിട്ടാണ്?
ആ സാധാരണ മണമുള്ള പൊടി, ഊതിൻ്റെ പൊടി ഇട്ടോ, എന്നാൽ നല്ല മണം ഉണ്ടാകും. പിന്നെ ഇവിടെ ഇപ്പം എന്താ, ഇവിടെ എല്ലാം നല്ല ഇതെന്താ ഈ പരവതാനികളൊന്നും വിരിക്കാത്തത്? ഒന്ന് കഴുകാൻ കൊണ്ടുപോയിരിക്കാം. ആ തോഴിയെ വിളിച്ച് എല്ലാം റെഡിയാക്കി ഇടാൻ പറയൂ. ഒരു വൃത്തിയില്ലല്ലോ, അതൊക്കെ ഒന്ന് ശരിയാക്ക്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലാവും അല്ലേ. ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവിടെ ആയതുകൊണ്ട്, ഈ പാലസിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം നടക്കുന്നു. ഭക്ഷണത്തിന് ഭക്ഷണം, കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾ, എല്ലാവിധം, വായനയ്ക്കാണെങ്കിൽ വായനയ്ക്ക്, എല്ലാം രസമായിട്ട് ഇവിടെ എല്ലാവരും ജീവിക്കുന്നില്ലേ. അപ്പം നിങ്ങൾക്ക് പണിയെടുക്കാനൊക്കെ മടിയുണ്ട് അല്ലേ. എന്തായാലും കഥ നല്ല കഥയായി. എന്തേ ചാരുമുഖി, ആ താക്കോല് കൊണ്ടുവരൂ. ടിഷ്യൂ പേപ്പർ വെക്കണം കേട്ടോ താക്കോല് തരുമ്പോൾ. കാരണം നീ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചൈനയിൽ നിന്ന് പകർന്ന HMPV വൈറസ് എങ്ങാനും ആ താക്കോലിൽ പിടിച്ചു പറ്റിയാൽ നമ്മളെ കാര്യം പോക്കാണ്. ഈ ദുബായിൽ ഇനിയിപ്പോൾ HMPVയും പരത്തുമോ ഇന്ത്യക്കാർ? ഈ അവിടെ നിന്നുള്ള കാറ്റ് തടയാൻ എന്തെങ്കിലും ഒരു മെഷീൻ വെക്കാൻ ഷെയ്ഖിനോട് പറയണം. അങ്ങനെ ആ കാറ്റ് വേറെ എവിടേക്കെങ്കിലും തിരിഞ്ഞു പോട്ടെ, അമേരിക്കയ്ക്കോ എവിടേക്കെങ്കിലും പോയിക്കോട്ടെ. ഇവിടെ വേണ്ട, ഇവിടെ HMPV വൈറസ് വേണ്ട കേട്ടോ. അത് കാറ്റിലൂടെ പകരുമോ? ഇല്ല അല്ലേ, തൊട്ടാലും ഒക്കെ അല്ലേ പകരുള്ളൂ. എങ്ങനെയെങ്കിലും പകരട്ടെ. എന്താ ചെയ്യുക? എന്ത് പറ്റി? വെള്ളമില്ലേ? പാല് പോയിട്ട് വെള്ളമില്ല ഇപ്പോൾ കുളിക്കാൻ. ഞാൻ മറന്ന് ബക്കറ്റിലെടുത്ത് വെക്കാൻ. അപ്പം ഇനി തിളച്ച വെള്ളമാവുമോ കിട്ടുക? 4 ദിവസമായി കുളിച്ചിട്ട്. ഇനി എന്ത് ചെയ്യും? ഇന്നും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബക്കറ്റിൽ ഞാൻ വെള്ളം വെക്കാൻ മറന്നു. അപ്പം ഞാൻ വെള്ളം വെച്ചില്ലെങ്കിൽ വെള്ളം കുളിക്കാനില്ലേ? 4 ദിവസം കുളിച്ചിട്ടില്ല. വെള്ളത്തിനും കറണ്ടിനും ഇവിടെ ഒരു പ്രശ്നവും കേട്ടോ. കാരണം നല്ല ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. പക്ഷേ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെ കുളിയൊക്കെ ഇത്തിരി കുറവാണ്. ഇപ്പം 4 ദിവസമായി കുളിച്ചിട്ട്. ഇനിയിപ്പം നല്ലോണം വിയർത്തിക്കണ് ദേഹമൊക്കെ, ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കണ്. എക്സസൈസൊക്കെ ചെയ്ത് നല്ല ചൂടല്ലേ ഇപ്പോൾ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇനി നല്ലോണം ആ വിയർപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞ് തുടച്ചിട്ട് ദേഹമൊക്കെ ഒന്ന് തുടച്ച് ഡ്രസ്സിട്ടാലോ? അതാണിപ്പോൾ ബെറ്റർ. അങ്ങനെ ഇവിടെ ഇപ്പോൾ ജോലിക്കാരൊക്കെ ഇപ്പോൾ കുളിച്ചിട്ടാ. എല്ലാവർക്കും ഇവിടെ കുളിക്കാൻ നേരം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ ജോലിക്ക് പോവുമോ? കുളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകണം.